എനിക്കറിയാൻ പാടില്ല ഈ സമയത്ത് എന്റെ അമ്മ എവിടെ ആയിരിക്കുമെന്ന്. എന്റെ മോൻ തന്നെയാണ്. പക്ഷെ മോനോട് പറയാതെ അമ്മ കളവ് നടത്തുന്നത് ദിസ് ഇസ് ഫസ്റ്റ് ടൈം. നമുക്കിതുകൊണ്ട് ഇപ്പൊ തന്നെ തലമിടാം. കുറച്ച് രൂപയെങ്കിലും അമ്മേ. പട്ടച്ചെലവും കാജില്ലായിരിക്കും അമ്മ. സ്വർണ്ണം അമ്മയ്ക്കും കിട്ടിയത് മതിയടാ. അമ്മ എന്നാലും ഈ മാനംകെട്ട പ്രവൃത്തി ചേച്ചി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എടിയേ, നീ വിചാരിക്കുന്നവരെ ഞങ്ങൾ അങ്ങനെ കക്കാനും മോട്ടിക്കാനും നടക്കുന്നവരല്ല. എന്റെ അനിയന്റെ മേലെ കുറച്ച് ഞങ്ങൾ എടുത്തു. അതിനെന്താ? അല്ലടാ മോനെ. പിന്നെ അമ്മാവനോട് ചോദിക്കാനുള്ള സമയമില്ലായിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ വേണം. എന്നാ വന്നാട്ടെ, അമ്മാവൻ തന്നെ തീരുമാനിക്കട്ടെ. വേണോ? ആ നടക്കാം. വരിച്ചെലവനെങ്കിലും കയറിയില്ല. എന്താ ഇത്? എന്താ ചേച്ചി? കണ്ടോ എന്റെ ബന്ധുപരിയുടെ പ്രവൃത്തി? രായ്ക്ക് രാമാനെ പണം കൊണ്ട് കടന്നാളാൻ തുടങ്ങിയതാ. എന്റെ കൂടെ ഈ പണവുമായി ഓടിപ്പോകാൻ ശോഭ നിർബന്ധിച്ചു അമ്മാവാ. പക്ഷെ അമ്മാവന്റെ ഭാര്യയുമായി ഒളിച്ചോടി പോകാൻ എന്നെ കിട്ടില്ലെന്ന് ഇവരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. അതല്ലടാ, എന്റെ അനിയനെ കൊന്നേച്ചു പോകാനാ ഇവളുടെ നോട്ടം. നല്ല കാര്യത്തിന് എങ്ങനെയോ എന്റെ കണ്ണിപ്പെട്ടു. എടി, ഇറങ്ങി പുറത്ത്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ, നിന്റെ പണത്തിനു വേണ്ടി മാത്രമായി കള്ളി നിന്നെ വിവാഹം കഴിച്ചതെന്ന്. എടി, ഇനി ഇവിടെ നിന്നാ നിന്റെ കയ്യും കാലും തല്ലി പിടിച്ചാ റോഡിലെറി. ഇറങ്ങടി. മാറി നിൽക്ക്. എന്നെ തൊട്ടാൽ അനുഭവം അറിയാമല്ലോ. നിങ്ങൾ വിരട്ടി ഓടിച്ച ശാന്തിയല്ല ഞാൻ. ആ പാവം ചേച്ചിയെ പണ്ട് തലമുടിക്ക് കുത്തിപ്പിടിച്ച് വെളിയിലിറക്കി വാതിലടച്ചില്ലേ, അതുപോലെ എന്നോട് ചെയ്യാമെന്ന് വിചാരിക്കണ്ട. ശാന്തിയെ നിനക്കറിയാമോ?